Hello friends, Python പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിക്ഷണറി കളക്ഷൻ ഒബ്ജക്റ്റ് ടൈപ്പിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനെ എങ്ങനെയാണ് നമുക്കൊരു ഫയലിലോട്ട് റൈറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതിനെ നമ്മൾ JSON ആക്കിയിട്ടാണ് അത് ഫയലിലോട്ട് വെക്കുന്നത്. അതിനായിട്ട് നമുക്ക് json.dump എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. ഡംപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഡംപ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഫയലിലോട്ട് റൈറ്റിന് നമ്മൾ ഡംപ് ആണ് ചെയ്തത്, മറ്റേത് സ്ട്രിംഗ് ഫോർമാറ്റിലോട്ട് കൺവേർട്ട് ചെയ്തതാണ്. അതുപോലെ തന്നെ നമുക്ക് ഫയലിൽ നിന്ന് റീഡ് ചെയ്ത് തിരിച്ച് നമുക്ക് ആ ഡിക്ഷണറി ടൈപ്പ് തന്നെ ആക്കാൻ പറ്റുന്നു. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് json.load എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. അതിന് ലോഡ്സ് എന്ന് പറഞ്ഞിട്ടുമുണ്ട്. സ്ട്രിംഗ് എന്നാണ് ടൈപ്പ്. എസ് വരുമ്പോൾ സ്ട്രിംഗ് ആയിട്ടുള്ള ഒരു ടൈപ്പായിട്ടാണ് അത് വരുന്നത്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഇമ്പോർട്ട് ചെയ്യണം ഇമ്പോർട്ട് JSON എന്ന് പറയുക. അതിനുശേഷം നമുക്കൊരു ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ പേഴ്സൺ എന്ന് പറഞ്ഞൊരു ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യുന്നു. നമ്മളിവിടെ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം അങ്ങനെ പറയുന്നു. ഇവിടെ നമ്മൾ fname ഈക്വൽസ് ഇവിടെ അജിത്ത് എന്ന് കൊടുക്കുന്നു. ഇവിടെ lname ലാസ്റ്റ് നെയിം ഈക്വൽസ് കുമാർ എന്ന് കൊടുക്കും. അജിത്ത് കുമാർ എന്നായിക്കോട്ടെ ഫോൺ. ഇവിടെ ഞാൻ ഒരു ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നു. ഏജ് ഇവിടെ ഞാനത് നമ്പർ ടൈപ്പ് ഒരു 25 30 കൊടുക്കും. സോ ഇത്രയേ ഉള്ളൂ. അപ്പം നമുക്കിവിടെ എന്തായി ഒരു ഡിക്ഷണറി ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇവിടെ ഈക്വൽ ഇടാൻ പറഞ്ഞിട്ട്. സോ നമുക്ക് ഇതിൻ്റെ ടൈപ്പ് ഇപ്പോൾ കാണണമെങ്കിൽ ജസ്റ്റ് പ്രിന്റ് ടൈപ്പ് അതൊന്ന് പ്രിന്റ് ചെയ്യാം. പേഴ്സൺ ഒന്ന് റൺ ചെയ്ത് നോക്കാം. സോ അത് പ്രിന്റ് ആയിട്ടുണ്ട്. ഇത് ടൈപ്പ് നമുക്കിവിടെ ടൈപ്പ് എന്നുള്ള ഫംഗ്ഷൻ കൊടുത്ത് പ്രിന്റ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഡിക്ഷണറിയാണ്. സോ നമ്മൾ ഇനി നമുക്കിതിനെ JSON-ന്റെ ലോഡ് ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതിനെ ഫയലിലോട്ട് റൈറ്റ് ചെയ്യാം. ഈ പേഴ്സൺ എന്ന് പറയുന്ന ഡിക്ഷണറി ടൈപ്പിനെ നമ്മൾ JSON ആയിട്ട് കൺവേർട്ട് ചെയ്ത് ഫയലിലോട്ട് റൈറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതിനെ നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണ്. ഇനി നമ്മൾ അതിന് ചെയ്യേണ്ടത് ഇവിടെ വിത്ത് യൂസ് ചെയ്ത വിത്ത് സ്റ്റേറ്റ്മെന്റ് വിത്ത് ഓപ്പൺ ഒരു ഫയൽ നെയിം ഇവിടെ പറയുക. ഇത് നമ്മൾ ഔട്ട്പുട്ട് മോഡിൽ ഓപ്പൺ ചെയ്യുന്നു. ഫയലിന്റെ പേര് ഇപ്പം ഞാൻ പേഴ്സൺ എന്ന് തന്നെ കൊടുക്കുന്നു. .json എക്സ്റ്റൻഷൻ JSON എന്ന് കൊടുക്കുന്നു. ഇതിവിടെ നമുക്ക് ഓപ്പൺ ചെയ്യേണ്ട മോഡ് പറയാം. റൈറ്റ് മോഡാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഇപ്പൊ W പറഞ്ഞു. ഇനി ഫയൽ ഹാൻഡ്ലർ പറയുക. ഇവിടെ ഞാൻ outfile എന്ന് പറയുന്നു. കോളൻ ഇടുക. ഇനി നമുക്ക് റൈറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് അതിനു വേണ്ടിയുള്ള ഫംഗ്ഷൻ ഉണ്ട്. json.dump എന്ന് പറയാം. ഡംപ്സ് യൂസ് ചെയ്തത് ഡംപ്. ഇവിടെ നമുക്ക് പറയേണ്ടത് രണ്ട് കാര്യമാണ്. പേഴ്സൺ എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് ഡിക്ഷണറി ഒബ്ജക്റ്റ്. ഇനി അടുത്ത് നമ്മൾ പറയേണ്ടത് outfile ഫയൽ ഹാൻഡ്ലർ. ഇത്രയും പറഞ്ഞാൽ മതി. നമുക്ക് അതിനോട്ട് റൈറ്റ് ആയിട്ടുണ്ട്. നമുക്കതൊന്ന് റൺ ചെയ്ത് നോക്കാം. സോ ഇത് ഇവിടെ ഫയൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്കത് കണ്ടന്റ് ഇവിടെ കാണാം. ഇവിടെ പേഴ്സൺ എന്ന് പറഞ്ഞ ഫയൽ .json നമുക്ക് തുറന്നു നോക്കി കാണാം. JSON-ന്റെ ഫുൾ ഫോം ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്റ്റ് നൊട്ടേഷൻ എന്നാണ്. അപ്പോൾ നമുക്കിത് ഫയലിലോ ഡാറ്റാബേസിലോ നമുക്കിങ്ങനെ റൈറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് അതിനെ നമുക്ക് റീഡ് ചെയ്ത് ഒരു പുതിയ ഒബ്ജക്റ്റിലോട്ട് വയ്ക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? വിത്ത് ഓപ്പൺ പറയുക. ഫയലിന്റെ പേര് തെറ്റാ കൊടുക്കുക. person.json. ഇനി നമ്മൾ ഇവിടെ മോഡ് പറയുക. ഓൾറെഡി ഉള്ളത് കൊണ്ട് നമുക്ക് റീഡ് ചെയ്യാം. റീഡ് മോഡിലോട്ട് പറയുക. ഒരു ഫയൽ ഹാൻഡ്ലർ ക്രിയേറ്റ് ചെയ്യുക. infile. ഇനി നമ്മളിവിടെ പറയേണ്ടത് ഇവിടെ person 1 എന്ന് പറഞ്ഞിട്ട് ഒരു ഒബ്ജക്റ്റ് ഡിക്ഷണറി ഒബ്ജക്റ്റ് റെഡിയാക്കുക. എന്നിട്ട് നമ്മൾ പറയേണ്ടത് json.load പറയുക. ഇവിടെ നമ്മൾ ഈ ഫയൽ ഹാൻഡിലർ മാത്രം പറഞ്ഞാൽ മതി. ജസ്റ്റ് infile എന്ന് മാത്രം നമ്മളിവിടെ പറഞ്ഞാൽ മതി. ഇനി നമുക്ക് കഴിഞ്ഞു. ഇനി ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. പ്രിന്റ് person 1 എന്താണെന്ന് നമുക്ക് നോക്കാം. കണ്ടോ? സെയിം തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിന്റെ ടൈപ്പ് ഒന്ന് നോക്കാം. നമുക്ക് തിരിച്ചും ഡിക്ഷണറി ടൈപ്പ് തന്നെ കിട്ടണമല്ലോ. സോ അത് ഡിക്ഷണറി ടൈപ്പ് തന്നെയാണ്. സോ ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഈ കളക്ഷൻ ടൈപ്പ് ആയിട്ടുള്ള ഡിക്ഷണറിയെ JSON ആയിട്ട് നമ്മൾ ഫോർമാറ്റിൽ അതിനെ ഒരു ഫയലിൽ സേവ് ചെയ്യുന്നു. തിരിച്ച് ആ ഫയലിൽ നിന്ന് അത് റീഡ് ചെയ്ത് ഫയലിലോ ഡാറ്റാബേസിലോ ആ ഫയലിൽ നിന്ന് അത് തിരിച്ച് ആ ഫയൽ കണ്ടന്റ് റീഡ് ചെയ്ത് നമ്മളത് തിരിച്ചതോ നമ്മുടെ ഡിക്ഷണറി ഒബ്ജക്റ്റ് തന്നെ ആക്കി മാറ്റുന്നു. ഇത് ഫയലിലോ ഡാറ്റാബേസിലോ നമുക്കിങ്ങനെ ഒബ്ജക്റ്റ് അതേപടി നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. കളക്ഷൻ ഒബ്ജക്റ്റിൽ ഏതാ ടൈപ്പാണ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും ഈ രീതിയിൽ.
അപ്പം JSON എന്ന് പറഞ്ഞത് സാധാരണ കീ വാല്യൂ ആയിട്ടാണ് സൂക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഡിക്ഷണറി തന്നെ ചൂസ് ചെയ്തത്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.